തലമുടി ബയോടെക്നോളജിയിലൂടെ. നമസ്കാരം. പ്രധാന വാർത്തകൾ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം. കൊച്ചി ED ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ആം ആദ്മി പാർട്ടി. കണ്ണൂരിൽ CPIMന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. രാജ്ഭവനിലേക്ക് UDF മാർച്ച്. ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമെന്ന് രമേശ് ചെന്നിത്തല. അഴിമതിക്കാരുടെ കൂട്ടക്കരച്ചിലെന്ന് K. സുരേന്ദ്രൻ. നർത്തകി സത്യഭാമയ്ക്കെതിരെ പരാതി നൽകുന്നതിൽ നിയമോപദേശം തേടിയെന്ന് RLV രാമകൃഷ്ണൻ. തനിക്കെതിരെ കലാമേഖലയിൽ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും ആരോപണം. RLV രാമകൃഷ്ണന് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിൽ വേദി നൽകുമെന്ന് സുരേഷ് ഗോപി. സത്യഭാമയ്ക്കെതിരെ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇന്ന് കോഴിക്കോട് CPIMന്റെ നേതൃത്വത്തിൽ റാലി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. റാലിയിലൂടെ ന്യൂനപക്ഷ വോട്ട് തട്ടാനുള്ള ശ്രമമെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ആവേശമുയരുന്നു. മുന്നണികളുടെ ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക്. ഇന്ന് ലോക ജലദിനം. ഇത്തവണത്തെ മുദ്രാവാക്യം ജലം സമാധാനത്തിന്. ജലസംരക്ഷണത്തിനായി കൈകോർത്ത് കേരള വിഷൻ ന്യൂസും. പുഷ്പക് RLV രണ്ടാം ലാൻഡിംഗ് പരീക്ഷണം വിജയകരം. ഇന്ത്യയുടെ ആദ്യ പുനരുപയോഗ വിക്ഷേപണ വാഹനത്തിന്റെ പരീക്ഷണം കർണാടകയിലെ ചിത്രദുർഗയിൽ. പേടകം സ്വയം ദിശ മാറ്റി ലാൻഡ് ചെയ്തു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 17ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ചെന്നൈ ബംഗളൂരു പോരാട്ടം. മത്സരം രാത്രി 8 മണിക്ക് ചെപ്പോക്കിൽ. വിശദമായ വാർത്തകളിലേക്ക്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. കൊച്ചി ED ഓഫീസിലേക്ക് ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. കണ്ണൂരിൽ LDF പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്കും UDF